ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു റോബോട്ട് വാക്വം ആൻഡ് മോപ്പിംഗ് മെഷീനെ ഒന്ന് പരിചയപ്പെട്ടാലോ. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ കാണുന്നതാണ് റോബോട്ട് വാക്വം ആൻഡ് മോപ്പിംഗ് മെഷീൻ. നമുക്കിതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അവിടെ സൈൻ കാണുന്നുണ്ടാ. This is good water that we put for mopping. Okay, and this is the bad water. So it will use wash mop with this and put the bad water will go inside this bin. We have to put clean water and the solution every 7 days. Detergent that special liquid will come, so you have to put it in every 7 days. You have to change the water. Then you have to remove the dirty water, clean it up every 7 days. Here there is a bin. Idu kachada, like the vacuum kachada will go inside this. വാക്യൂം ചെയ്താൽ എല്ലാ കച്ചരും ഇതിൻ്റെ അകത്ത് പോകും. അത് നമ്മൾ മാറ്റിയിട്ട് ഇത് പുതിയ ഇതിൻ്റെ ഇതടിയാണ്. ഇവിടെ വന്നിട്ട് അത് ഡോക്കാവും. വീടിന് ഓട്ടോമാറ്റിക് ചാർജിങ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ഡസ്റ്റ്ബിന്നാണ്. അതൊരു ഡസ്റ്റ്ബിന്. നേരെ 2 ഡസ്റ്റ് ബാഗ് ഉണ്ട്. ഈ മെഷീൻ്റെ പേര് റോബോറോക്ക എന്നാണ്. ഇത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ പേരാണ്. ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിതിന് സിഗ്നൽ കൊടുത്താൽ കണ്ടോ, ഇതുപോലെ ഇത് ഡോക്കിൽ നിന്ന് പുറത്തേക്ക് വരും. അതിനുശേഷം ഇതിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഡോക്കിലേക്ക് തിരിച്ചു പോകും. കണ്ടോ, വാക്വം ചെയ്യുന്നതിൻ്റെയും മോപ്പിംഗ് ചെയ്യുന്നതിൻ്റെയും മുമ്പേ വീട്ടിൻ്റെ ഫ്ലോറ് ഇതുപോലെയായിരുന്നു. എല്ലായിടത്തും കച്ചടകൾ നിറഞ്ഞു കിടക്കുന്നതായി കാണാം. ഇനി അവയൊക്കെ വളരെ വൃത്തിയായിട്ട് വാക്വം ചെയ്ത് മോപ്പ് ചെയ്തിട്ട് ആ മെഷീൻ അതിൻ്റെ ഡോക്കിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു പോകും. കണ്ടോ, വാക്വമൊക്കെ ചെയ്തിട്ട് എല്ലായിടത്തും മോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ മൂലക്കൊക്കെ എത്തുമ്പോൾ വളരെ കൃത്യമായിട്ട് അത് സെൻസ് ചെയ്തിട്ട് അവിടുന്ന് മാറിപ്പോകും. കണ്ടോ, ഇവിടെ എൻ്റെ ഷൂസ് വെച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് മാറിയിട്ട് അത് പോകുന്നതായിട്ട് കാണാം നമുക്ക്.
ഇവിടെ എത്തുമ്പോഴേക്കും അതിനുള്ള ചാർജ് തീർന്നുപോയി. ഇനി അത് ഡോക്കിലേക്ക് തിരിച്ചു പോയിട്ട് ചാർജ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വന്ന് അതിൻ്റെ ജോലിയൊക്കെ കംപ്ലീറ്റ് ചെയ്യും. ഇത് ചാർജ് ചെയ്യാനായിട്ട് തിരിച്ച് ഡോക്കിലേക്ക് പോകുന്നതാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ വൃത്തിയാക്കാൻ വന്നിട്ടുണ്ട്. ഇനി അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഐക്കോൺ സെലക്ട് ചെയ്താൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കണ്ടോ, വൃത്തിയാക്കിയതിന് ശേഷമുള്ള ഫ്ലോറാണിത്. എല്ലായിടവും വളരെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇത് വുഡൻ ഫ്ലോറാണ്. അത് കാനഡയിലായാലും US-ലായാലും എല്ലായിടത്തും ഫ്ലോറ് വുഡൻ ആയിരിക്കും. പിന്നെ ചില സ്ഥലത്ത് അതിൻ്റെ മേലെ കാർപ്പറ്റ് ഇടും, എസ്പെഷ്യലി ബെഡ്റൂംസിലൊക്കെ. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.